ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കട്ടിയുള്ള തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തൈരിലേക്ക് ഒരല്പം ഉപ്പം ഇട്ട് കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂണോളം ഓയിൽ കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കേട്ടോ. ഒരു വിസ്ക് കൊണ്ടോ ഒരു ഫോർക്ക് കൊണ്ടോ ഒന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബബിൾസ് പോലെ വന്നിട്ടുണ്ടോ, ഇതേപോലെ ഈ ഒരു പരുവം വരെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. 1 കപ്പ് മൈദമാവ്, 1/2 കപ്പ് തൈരിലേക്ക് 1 കപ്പ് മൈദമാവ് കേട്ടോ. എന്നിട്ട് ഇതും നന്നായിട്ട് ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ തൈരുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കേട്ടോ, അത്ര മതി. കുറച്ചും കൂടി ലൂസ് ആവണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കാം നമുക്ക്. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന മൈദമാവിന് ഡിപ്പെൻഡൻസരിച്ച് ചെയ്തിരിക്കും കേട്ടോ. നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചങ്ങ് എടുക്കണം. അതേപോലെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ കുഴച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിനകത്തുള്ള ആ ബബിൾസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇഞ്ചിയും ഒരു പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ. ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കണം ഇഞ്ചിയും പച്ചമുളകും. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് 1 സെക്കൻഡും കൂടി ഒന്നങ്ങ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കുക. ആദ്യം ഈ കൈ നനച്ചിട്ട് നമ്മൾ സ്പൂണിലൊന്നും കോരിയിടാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമുക്ക് എങ്ങനെ ഉണ്ടാകാമെന്ന് കാണിച്ചു തരാം. ആദ്യം നന്നായിട്ട് കൈ ഒന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. ആദ്യം ഇട്ടത് ആദ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗോതമ്പ് മാവിലുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഗോതമ്പ് മാവിലുണ്ടാക്കിയതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ മൈദയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡ്, നമ്മളെ വടയുടെയൊക്കെ ആ ഒരു കളറില്ലേ, ആ ഒരു കളറാവും. അതേപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. വേവ് പാകമായെന്ന് അറിയുന്നത് ആദ്യം ഭയങ്കരമായിട്ട് കുമിളകൾ വരും. പിന്നെ കുമിളകൾ ഇതാ കുറഞ്ഞ് വരും. അപ്പോൾ നന്നായിട്ട് മൂത്തതിലൊക്കെ കുമിളകൾ നന്നായിട്ടങ്ങ് കുറഞ്ഞു വരും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.